ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് ഹൈപ്പോടെ കൊടുക്കണേ കേട്ടോ. അപ്പോൾ അടുക്കളയിൽ വെച്ച് ഇന്ദു രുക്മിണിയോട് ചോദിക്കുകയാണ്, എന്തിനാ അമ്മായി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ നിന്ന് മാറ്റിയത്? പെട്ടെന്ന് ഇന്ദു അങ്ങനെ ചോദിച്ചപ്പോൾ രുക്മിണി ആകെ വല്ലാതായി. അവരുടെയും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ദിവസവും ദൈവത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോയ്ക്കും വിളക്ക് വെക്കുന്നതല്ലേ, പിന്നെ എന്തിനാ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അവിടെ നിന്ന് മാറ്റിയത്? രുക്മിണി ഒന്നും പറയാതെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഇന്ദു വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, പറയമ്മായി. അപ്പോൾ അവർ കോൺഫിഡൻസോടു കൂടി പറയുവാണ്, ഇന്ദു, ചിലരുടെയൊക്കെ ഓർമ്മകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. അത് കൺമുന്നിൽ ഫോട്ടോ ആക്കി മാറ്റിവെച്ച് ദിവസവും കാണേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ മകൻ എൻ്റെ മനസ്സിലാണുള്ളത് ഇന്ദു. ദിവസവും അവൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ അവൻ എൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ എന്നാണോ കരുതിയത്? എൻ്റെ മകൻ എപ്പോഴും എൻ്റെ മനസ്സിലാണുള്ളത് ഇന്ദു. അവൻ എപ്പോഴും ഈ കുടുംബത്തിന് മേൽ ഒരു ദൈവത്തെ പോലെ കാത്തു രക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ ഇന്ദുവിൻ്റെയും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടി രുക്മിണി പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ ഇന്ദുവിൻ്റെ കല്യാണ ഫോട്ടോ അവിടെ വെക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത്. നീ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുകയേ ചെയ്യണ്ട, മനസ്സിലായോ എന്ന് പറയുന്ന സമയത്ത് ഇന്ദു വേഗം അവരെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അനന്തുവിൻ്റെ ഫോട്ടോ അവരവിടുന്ന് മാറ്റിയതെന്ന് അവൾക്ക് മനസ്സിലായി. രുക്മിണിയെ കെട്ടിപ്പിടിച്ച ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഇന്ദു പൊട്ടിക്കരയുവാണ്. കാരണം ഇന്ന് അവളുടെ മനസ്സ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് രുക്മിണിക്കാണ്. രുക്മിണി ആണെങ്കിൽ അവൾ ആശ്വസിപ്പിക്കുന്നുണ്ട്, കരയല്ലേ മോളെ, കരയല്ലേ. അപ്പോഴേക്കും ശാലിനി അങ്ങോട്ട് വന്നിട്ട് വിളിക്കുകയാണ്, ഏട്ടത്തി അമ്മേ. അപ്പോൾ അവളെ കണ്ടത് അവർ രണ്ടുപേരും മാറുവാണ്. നീലൻ ചേട്ടൻ പോകാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ രുക്മിണിക്കാകെ വല്ലാതാവുകയാണ്. ഇല്ല ഇന്ദു, കുറച്ചു നേരം കൂടി നിന്നിട്ട് പോയാൽ പോരെ, രാത്രി പോയാൽ പോരെ? ഇല്ല അമ്മായി, അദ്ദേഹത്തിന് എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട്, ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോവുകയാണ്. പെട്ടെന്ന് രുക്മിണിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. ശരി, അവർ സങ്കടത്തോടു കൂടി സന്തോഷത്തോടു കൂടി പറയുവാണ്. കാരണം ഇന്ന് അവൾ തൻ്റെ മരുമകൾ മാത്രമല്ല മറ്റൊരാളുടെ ഭാര്യ കൂടിയാണെന്നുള്ളത് രുക്മിണി അംഗീകരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോവാൻ റെഡിയായിട്ട് നിൽക്കുന്ന അവരുടെ അടുത്താണുള്ളത്. അപ്പോൾ രുക്മിണിയുടെ കാല് തൊട്ടിട്ട് രണ്ടുപേരും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ്. രണ്ടുപേരെയും രുക്മിണി ആശീർവദിക്കുകയാണ്. അതിനുശേഷം രണ്ടുപേർക്കും പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് രാജേശ്വരിയോടും പറയാണ്. അവർക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. അവരും അതുപോലെ തന്നെ അവരുടെ കാലും തൊട്ട് തൊഴുത് അനുഗ്രഹം വാങ്ങിക്കുകയാണ് നീലനും ഇന്ദുവും. അവരും അനുഗ്രഹിച്ചതിന് ശേഷം രുക്മിണി ശ്യാമിനോട് അതിങ്ങെടുക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ ആ കയ്യിലുണ്ടായിരുന്ന ജ്വല്ലറി എടുത്ത് കൊടുക്കുന്നുണ്ട്. അവർ ജ്വല്ലറി എടുക്കുന്നത് കണ്ടപ്പോൾ ഇന്ദുവും നീലനും പരസ്പരം നോക്കുവാണ്, ഇതെന്താ ഇവർ ചെയ്യുന്നതെന്നുള്ള മട്ടിൽ. അപ്പോൾ അതൊരു വലിയ മാലയായിരുന്നു. അതെടുത്തിട്ട് രുക്മിണി ഇന്ദുവിന് നേരെ പോയ സമയത്ത് ഇന്ദു ചോദിക്കുന്നുണ്ട്, അമ്മായി നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്തിനാ ഇതെല്ലാം? അപ്പോൾ അവർ പറയുവാണ്, ഇത് നിനക്ക് വേണ്ടിയുള്ള അമ്മ വീട്ടിലെ സ്ത്രീധനമായിരിക്കട്ടെ, ഞാനിത് നിനക്ക് അണിയിച്ചു തരാം. അമ്മായി വേണ്ട അമ്മായി. അയ്യോ, പറയുന്നത് കേൾക്കുമോളെ, ഞാനിത് ഇടാനല്ലേ നിന്നോട് പറഞ്ഞത്. അമ്മായി വേണ്ട അമ്മായി. പക്ഷേ ഇന്ദുവിൻ്റെ വാക്കിന് തടസ്സം വെച്ചുകൊണ്ട് അവരത് അവളുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുവാണ്. അത് കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. പക്ഷേ ഇന്ദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയാണ്. രുക്മിണിക്ക് തന്നോടുള്ള സ്നേഹമാണ് ഇതൊക്കെയെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴേക്കും ശാലിനി ഒരു ബാഗുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അമ്മയെ ഏൽപ്പിച്ചപ്പോൾ രുക്മിണി വാങ്ങിയിട്ട് ഇന്ദുവിനോട് പറയുന്നുണ്ട്, ഇന്ദു, ഇതിൽ നിൻ്റെ തുണികളൊക്കെ ഉണ്ട്. ഇതിനോടൊപ്പം തന്നെ അമ്മ മോൾക്ക് ഒരു സ്ത്രീധനം കൂടി, ഒരു സന്തോഷം കൂടി തരാൻ വേണ്ടി പോവുകയാണ്. ഇന്ദുവിന് കാര്യമൊന്നും മനസ്സിലായില്ല. എന്താ അമ്മായി? അപ്പോൾ ആദ്യം ആ ബാഗ് അവളെ ഏൽപ്പിക്കുകയാണ്. വേഗം തന്നെ നീലനത് വാങ്ങിക്കുന്നുണ്ട്. അതിനുശേഷം ശ്യാമിനോട് ചാവി വാങ്ങിക്കുകയാണ് രുക്മിണി ചാവി വാങ്ങിയത് കണ്ടപ്പോൾ ഇന്ദു ഇങ്ങനെ അതിശയത്തോടെ നിൽക്കുകയാണ്. അത് കൈകളിൽ എടുത്ത് പിടിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഇത് നിൻ്റെ ഓട്ടോയുടെ ചാവിയാണ്. എന്നിട്ടും ഇന്ദുവിന് മനസ്സിലായില്ല അതവർ തനിക്ക് തരാൻ പോകുന്നതാണെന്ന്. അപ്പോൾ രുക്മിണി പറയുന്നുണ്ട്, ഇനി മുതൽ ഈ ഓട്ടോ നിൻ്റെ കൂടെ ഉണ്ടാവട്ടെ. അപ്പോൾ അവളുടെ കണ്ണ് നിറയാണ്. അമ്മായി. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിനക്ക് ഇപ്പം തന്നെ അത് എടുത്തിട്ട് പോവാം, ഇന്നാ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അവളുടെ കൈകളിലേക്ക് അത് ചേർത്ത് വെച്ച് കൊടുക്കുവാണ്. രുക്മിണിയും ഇന്ദുവും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോൾ രാജേശ്വരി ശ്യാമിനോട് പറയുന്നുണ്ട്, മരുമോനെ, നീ ഈ ചാവി വാങ്ങിയിട്ട് ഇത് നീലൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഈ ഓട്ടോ എത്തിക്കണം. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, ഈ വണ്ടി ഞാൻ കൊണ്ടുപോയിക്കോളാം അമ്മായി. അപ്പോൾ അവർ പറയാണ്, നിങ്ങൾ വരുന്ന സമയത്ത് രണ്ടുപേരും ജോഡിയായിട്ട് ഒന്നിച്ചിരുന്ന് ബൈക്കിലാണ് വന്നത്. തിരിച്ചു പോകുമ്പോൾ രണ്ടാളും വേറെ വേറെ പോവാൻ പാടില്ല, അതുകൊണ്ടാണ്. അയ്യോ, അതിനൊന്നും കുഴപ്പമില്ല അമ്മായി, പറയുന്നത് കേൾക്കുമോളെ. അപ്പോഴേക്കും ശ്യാമും പറയാണ്, ഇന്ദു ചേച്ചി, വണ്ടിയുടെ ചാവി ഇങ്ങോട്ട് താ, ഞാൻ എടുത്തിട്ട് വന്നോളാം. അപ്പോൾ നീലനും പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ബൈക്കിൽ തന്നെ പോയാൽ മതി. അപ്പോൾ നീലം പിന്നെ എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ്. ഇന്ദുവിനും രുക്മിണിക്കും ആണെങ്കിൽ പരസ്പരം പിരിയാനുള്ള മനസ്സേ ഉണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും അവരുടെ ആ ഒരു മനസ്സിൻ്റെ വിഷമം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
നീലം ബൈക്ക് എടുത്തിട്ട് മുന്നിലും ശ്യാം ഇന്ദുവിൻ്റെ ഓട്ടോ ഒഴിച്ചുകൊണ്ട് പിറകിലുമായിട്ട് വരികയാണ്. അപ്പോൾ ഇന്ദു വീണ്ടും രുക്മിണിയോട് യാത്ര ചോദിക്കുകയാണ്. ശ്രദ്ധിച്ച് പോവണം, ഇടയ്ക്കിടയ്ക്ക് പറ്റുമ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് വരണം. രുക്മിണി അവളോട് പറയുകയാണ്, എന്തുണ്ടെങ്കിലും ഫോൺ ചെയ്ത് പറയണം, ആരോഗ്യം ശ്രദ്ധിക്കണം അമ്മായി. അതിനുശേഷം ശാലിനിയെ കെട്ടിപ്പിടിക്കുകയാണ് ഇന്ദുവിനാണെങ്കിലും രുക്മിണിക്കാണെങ്കിലും പരസ്പരം പിരിയാൻ പറ്റുന്നേ ഇല്ല. മനസ്സില്ലാ മനസ്സോടെ ഇന്ദു നീലൻ്റെ ബൈക്കിന് പിറകിലായിട്ട് പോവുകയാണ്. അതിന് പിന്നിലായിട്ട് ശ്യാം ഓട്ടോ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവരവിടെ നിന്ന് പോയ സമയത്ത് രുക്മിണിയുടെ ഉള്ളിങ്ങനെ പെടയുവാണ്. അവർക്ക് തൻ്റെ വേദന എങ്ങനെയാണ് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അത് മനസ്സിലാക്കിയെന്നോണം രാജേശ്വരിയും ശാലിനിയും അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഗോപികൃഷ്ണൻ റോട്ടിൽ നിന്നിട്ട് ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഫോണിൽ. ആ സമയത്താണ് ഇന്ദുവിൻ്റെ അച്ഛൻ അതുവഴി വരുന്നത്. അപ്പോൾ അയാളെ കണ്ട സമയത്ത് ഫോൺ കട്ടാക്കിയിട്ട് അയാളുടെ വണ്ടിക്ക് കൈ കാണിക്കുകയാണ്. അയാൾ പേടിയോടെയാണ് വണ്ടി നിർത്തുന്നത്. അയാളെ കണ്ടപ്പോൾ തന്നെ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ടാണ് ഗോപികൃഷ്ണൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. ഹീ ഹീ ഓ, കല്യാണം കഴിച്ച് പെണ്ണിനെ ഗോപികൃഷ്ണൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടോ? ഈ മറുവീടിന് അയക്കുന്ന സമ്പ്രദായമൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തോ മാമ? ഒന്ന് പറഞ്ഞ് രണ്ടിന് അയാൾ ഇങ്ങനെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഹി 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 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഇന്ദുവിൻ്റെ അച്ഛന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, മരുമോനെ, ഏയ് നിർത്ത്. എന്ത് മരുമോനെ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മരുമോനെ തന്നെ വിളിക്കുന്നത്? പെണ്ണിനെ വളർത്തിയിരിക്കുന്നു, പെണ്ണിനെ. എടോ, ആദ്യം തന്നെ നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ മരുമോനെ മാറ്റിയിട്ടാണ് നിങ്ങളുടെ മകള് വേറൊരുത്തൻ്റെ കൂടെ കല്യാണം കഴിച്ച് പോയത്. ആ ഒരു കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആലോചിക്കില്ലായിരുന്നോ? നിങ്ങളുടെ മോളെ കല്യാണം ഞാൻ കഴിക്കണോ വേണ്ടയോ എന്ന്? 1 മുതൽ ഓടാൻ തുടങ്ങിയതാണ് നിങ്ങളുടെ മോള്. ഇപ്പോഴും ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അല്ലടോ, തൻ്റെ മകൾ ഇപ്പോഴും തന്നെ ഒരു 5 പൈസക്ക് പോലും വിലമതിക്കുന്നില്ലല്ലോ. നീയൊക്കെ എന്തിനാടോ ഇപ്പോഴും ഇങ്ങനെ വലിയ ആളെപ്പോലെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നത്? അത്രയും ശബ്ദം ഉയർത്തിയിട്ടാണ് ഗോപികൃഷ്ണൻ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ കൂടി നിന്ന ആളുകളൊക്കെ ഇയാളെ നോക്കുവാണ്. പോവല്ലേ പോട്ടെ, ചെറിയ പ്രായത്തിലെ ഭർത്താവ് മരിച്ചു പോയതല്ലേ എന്ന് കരുതിയിട്ട് ഒരു ജീവിതം കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കല്യാണ പന്തൽ വരെ കൊണ്ടെത്തിച്ചിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അപമാനിച്ചില്ലേ നിന്റെ മോള്? ഡോ, എനിക്ക് എത്രമാത്രം ചെലവും നഷ്ടം ഉണ്ടായതെന്ന് തനിക്കൊക്കെ അറിയാമോ? ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഇനിയൊരു ജീവിതത്തിൽ താനൊന്നും ഒന്നും ചെയ്യലുണ്ടാവില്ല. തൻ്റെ ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ച് കളയും. അപ്പോൾ അയാൾ പേടിയോടെ പറയുന്നുണ്ട്, സാർ അങ്ങനെയൊന്നും ചെയ്യരുത്. എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണാൻ പറ്റാത്തതല്ല, പേടി കൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അയാളിങ്ങനെ അപമാനഭാരത്തോടെ ചുറ്റിലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരുപാട് പേര് കാണുന്നുണ്ടായിരുന്നു അയാളെ ഈ ഗോപികൃഷ്ണൻ വഴക്ക് പറയുന്നത്. അപ്പോൾ ഗോപികൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നാണമുണ്ടോ? നിൻ്റെ മകൾ കല്യാണം മുടങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 24 മണിക്കൂറായി. നിൻ്റെ മകൾക്ക് കല്യാണത്തിനുള്ള ആഭരണങ്ങളും ഡ്രസ്സുകളും ഒക്കെ വാങ്ങിയതിന് എനിക്ക് എത്ര ലക്ഷത്തോളം രൂപ ചിലവായിട്ടുണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്ക് നാണം, അഭിമാനം, ചൂട്, ഈ ദേഷ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഞാൻ വാങ്ങിത്തന്ന എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടുപടിക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ട്, സാറേ നിങ്ങൾ വാങ്ങിച്ചു തന്നതിൽ നിന്ന് ഒരു മൊട്ട് സൂചി പോലും ഞാൻ എടുത്തിട്ടില്ല എന്ന് നീ തിരിച്ചു തന്നിട്ട് പോണോ അതോ വേണ്ടയോ? അതിനൊന്നും മറുപടി ഇല്ലാതെ നിൽക്കുകയാണ് അയാൾ. ഭർത്താവായിട്ട് എന്നെ വേണ്ട എന്നും പറഞ്ഞിട്ട് നിൻ്റെ മോൾ ഇറങ്ങിപ്പോയിട്ട് ഞാൻ കൊടുത്ത ആഭരണങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ? അയാൾ അതിനും മറുപടിയൊന്നും പറയാനാവാതെ തലകുനിച്ച് നിൽക്കുവാണ്. ഇങ്ങോട്ട് നോക്ക്, ഇന്ന് വൈകുന്നേരം 6 മണിവരെ ഞാൻ നിങ്ങൾക്ക് സമയം തരും. ഞാൻ തന്ന ഡ്രസ്സുകളും ആഭരണങ്ങളും എല്ലാറ്റിനും ഉപരി കല്യാണ ചെലവിന് ഞാൻ തന്ന പണമുണ്ടല്ലോ, പണം എല്ലാം കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ എന്നെ തിരിച്ചേൽപ്പിക്കണം. അങ്ങനെ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ രാത്രി നിൻ്റെ വീട്ടിൻ്റെ കതകിൽ വന്ന് ഞാൻ തട്ടും. എന്നെ വേണ്ടാന്ന് തീരുമാനിച്ച് മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടില്ലേ, അവളുടെ വീട്ടിലും പോയി ഞാൻ ചെന്ന് കതകിന് തട്ടും. എന്നെപ്പറ്റി നിങ്ങൾക്ക് ശരിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ആളാണ്. ശ്രദ്ധിച്ച് ചെയ്തോ. ഇന്ദുവിൻ്റെ അച്ഛനെ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചുകൊണ്ട് ഗോപികൃഷ്ണൻ കാറിൽ കയറി പോവുകയാണ്. അയാളാണെങ്കിൽ ആ ആൾക്കൂട്ടത്തിനിടയിൽ ചൂളി ചുരുങ്ങി നിൽക്കുവാണ്. ചുറ്റിലും നിൽക്കുന്ന ആൾക്കാർ തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് അറിയുന്നത് കൊണ്ട് അയാൾ കണ്ണ് തുടച്ചുകൊണ്ടാണ് പോകുന്നത്. ആ സമയം കൊണ്ട് നീലനും ഇന്ദുവും വീട്ടിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ തന്നെ ഓടി ഇറങ്ങി വരികയാണ് ഡെക്ലേസും പൂർണിയും. പൂർണി, ഇതാ അവർ രണ്ടുപേരും വന്നു. അപ്പോൾ ദൂരത്ത് നിന്നായിട്ട് ഇന്ദുവും നീലനും വണ്ടിമേലും അതുപോലെ തന്നെ പിന്നിലായിട്ട് ഇന്ദുവിൻ്റെ ഓട്ടോ ഓടിച്ചുകൊണ്ട് ശ്യാമം ഉണ്ടായിരുന്നു. അപ്പോൾ ഡെക്ലേസാണ് പൂർണിയോട് പറയുന്നത്, പൂർണി അങ്ങോട്ട് നോക്ക്, ഒരു കാഴ്ച കണ്ടോ? എന്താ മാമ? പോകുമ്പോൾ ഒരടി ദൂരത്ത് വിട്ടുമാറിയായിരുന്നില്ലേ ഇരുന്നത്, ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ നീലൻ്റെ തോളിലാണ് ഇന്ദുവിൻ്റെ കൈയുള്ളത്. അതേ മാമ, കൊള്ളാലോ. ഇതിനു വേണ്ടിയിട്ടാണ് ഇവരെ രണ്ടുപേരെയും ബൈക്കിൽ പറഞ്ഞു വിടാൻ ഞാൻ പറഞ്ഞത്.
നീ നല്ല ബുദ്ധിശാലിയാണ് മോളെ എന്ന് പറഞ്ഞിട്ട് അയാൾ അവളെ പുകഴ്ത്തുകയാണ്. അപ്പോഴേക്കും നീലനും ഇന്ദുവും വണ്ടിയിൽ വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ വന്ന് ഓട്ടോ കണ്ടപ്പോൾ ഡെക്ടേഴ്സ് പൂർണ്ണയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഓട്ടോ എന്തിനായിരിക്കും വന്നത്? മാമാ, അത് ഇന്ദു ചേച്ചിയുടെ ഓട്ടോയാണ്, കണ്ടാൽ മനസ്സിലാവുന്നില്ലേ? ആ, അതിൻ്റെ മുകളിൽ അനന്തു എന്നുള്ള പേര് കാണുന്നുണ്ടല്ലോ. അപ്പോഴേക്കും രാധിക അകത്ത് നിന്ന് വേഗം ഓടി വരുന്നുണ്ടായിരുന്നു. പുറത്ത് നീലനും ഇന്ദുവും അതുപോലെ തന്നെ ഇന്ദുവിൻ്റെ ഓട്ടോയും കണ്ട സമയത്ത് രാധിക അവിടെ നിന്നിട്ട് നോക്കുവാണ് എന്താ സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ശ്യാം ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് താക്കോല് കൊണ്ടുവന്നിട്ട് ഇന്ദുവിനെ ഏൽപ്പിക്കുകയാണ്. ഇത് ഞങ്ങൾ പെൺവീട്ടുകാരുടെ സ്ത്രീധനമാണ്, ഇന്നാ വാങ്ങിക്കോ. അപ്പോൾ ഡെക്ലേസ് അവരോട് അകത്തേക്ക് കയറി ഇരിക്കാൻ പറയുന്നുണ്ട്. ശരി, ഞാൻ നിൽക്കുന്നില്ല, ഞാൻ പോട്ടെ. എന്താ ഈ പറയുന്നത്? വീടിൻ്റെ മുൻഭാഗത്ത് വരെ വന്നിട്ട് വീട്ടിൽ കയറാതെ പോവാണോ? വാ, വന്നൊരു കോഫിയെങ്കിലും കുടിച്ചിട്ട് പോ. അയ്യോ, അതുകൊണ്ടല്ല ബ്രദർ, എനിക്ക് പോയിട്ട് അത്യാവശ്യ ജോലിയുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ നേരം വൈകിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നൊരു ദിവസം വന്നിട്ട് നിങ്ങളുടെ കോഫി കുടിച്ചിട്ടേ പോവുള്ളൂ. സിസ്റ്റർ, ഞാൻ പോട്ടെ. അപ്പോൾ ഡെക്ലേസ് പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ അവിടെ ബസ് സ്റ്റാൻഡ് വരെ കൊണ്ടാക്കി തരാമെന്ന്. ഏയ്, അതൊന്നും വേണ്ട, ഇവിടെ മുമ്പിലെത്തി അവിടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞാൻ തന്നെ പോയിക്കോളാം. പിന്നെ അവിടെ കൂടുതൽ നിൽക്കാതെ അവരോടൊക്കെ യാത്ര ചോദിച്ചിട്ട് ശ്യാം വേഗം അവിടെ നിന്ന് നടന്നു പോവുകയാണ്. ഇന്ദു പറയുന്നുണ്ട് നീലനോട് അവളുടെ ബാഗ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്നും അറിയാതെ അകത്ത് നിന്ന് പായസം ഇറങ്ങി വന്നിട്ട് രാധികയോട് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറയുകയാണ്. രാധികയാണെങ്കിൽ ദേഷ്യത്തിൽ അയാളെ നോക്കുന്നുണ്ട്. അപ്പോൾ നോട്ടം മനസ്സിലായിട്ട് അയാളും പുറത്തേക്ക് നോക്കുകയാണ്. അപ്പോൾ ഇന്ദുവിനെയും നീലനെയും നോക്കിയിട്ടാണ് രാധിക ദേഷ്യത്തോടെ നിൽക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. എന്താ ഇന്ദു, നീല, എങ്ങനെ വിരുന്നൊക്കെ അടിപൊളിയായി കഴിഞ്ഞോ? അടിപൊളിയായി കഴിഞ്ഞു അങ്കിൾ. എന്നിട്ട് ഓട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് ഡെക്ലേസ് പറയാണ്, എന്താ ഇന്ദു, നിനക്ക് നിന്റെ ഓട്ടോയെ വിട്ട് പിരിഞ്ഞു നിൽക്കാൻ തീരെ മനസ്സില്ലാന്ന് തോന്നുന്നു. അത് ചോദിച്ചു വാങ്ങിച്ചു വന്നതാണോ? ഇല്ല, എനിക്ക് അമ്മായി തന്നതാണ്. അമ്മായി ഇത് നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറഞ്ഞതാണ്. ആ, അതും ശരിയാണ്. കല്യാണമായി എന്ന് കരുതി വീട്ടിനകത്ത് അടച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നാളെ മുതൽ യാത്രയ്ക്ക് ഇറങ്ങിക്കോളൂ. എന്താ നീല നിന്റെ അഭിപ്രായം? ആ, തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയല്ലേ. നീലനും സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ രാധിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഓ, അപ്പം നാളെ തൊട്ട് യാത്രക്കാരെയും കൊണ്ട് പോവാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ. വാ ഏട്ടത്തി, അകത്തേക്ക് കയറാം. പൂർണ്ണി പറയുന്ന സമയത്ത് പൂർണ്ണിയോട് ഇന്ദു പറയണം, എനിക്ക് ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് തരാമോ? എന്തിനാ ഏട്ടത്തി? അത് എൻ്റെ ഓട്ടോ ഒരുപാട് അഴുക്കായിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഓട്ടോ ഇങ്ങനെ വൃത്തികേടായിട്ട് കാണുന്നത് ഇഷ്ടമല്ല. ഞാൻ എപ്പോഴും നീറ്റാക്കി കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഡെക്ലേസും പൂർണ്ണിയോട് പറയുന്നുണ്ട്, നീ പോയിട്ട് വെള്ളം എടുത്തിട്ട് വാ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് തുടച്ച് വൃത്തിയാക്കാം. അയ്യോ ഏട്ടാ, അത് വേണ്ട, ഞാൻ തുടച്ചോളാം, നിങ്ങളൊക്കെ അകത്തേക്ക് പോയിക്കോ. അതിനൊന്നും കുഴപ്പമില്ലെന്നേ, നീ എന്താ ഇങ്ങനെയൊക്കെ? നമ്മുടെ വീട്ടിലൊരു പുതിയ അതിഥി വന്നതല്ലേ, അപ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് കുളിച്ച് കുട്ടപ്പനാക്കാം. അതൊന്നും ആവശ്യമില്ല, ഞാൻ ചെയ്തോളാം. ഏട്ടത്തി, നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ അതൊരു രസമായിരിക്കും, പൂർണ്ണിയും പറയാണ്. പൂർണ്ണി പോയി ബക്കറ്റിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്നതിന് ശേഷം 4 പേരും ചേർന്നിട്ടാണ് ഓട്ടോ കഴുകി വൃത്തിയാക്കുന്നത്, തുടച്ച് വൃത്തിയാക്കുന്നത്. അപ്പോൾ രാധിക പായസത്തെയും കൂട്ടി അകത്തേക്ക് പോവാണ്. ഫ്രണ്ടിലെ ഗ്ലാസ് തുറക്കുന്ന സമയത്ത് ഇന്ദുവിൻ്റെയും നീലൻ്റെയും കൈകൾ പരസ്പരം കൂട്ടിമുട്ടിയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കണ്ണുകൾ നോക്കി നിൽക്കുകയാണ് കുറച്ച് സമയം. അതേസമയം രാധിക അകത്തേക്ക് പോയിട്ട് അമ്മായിയോട് പറയാണ്, ഇപ്പോൾ നീലനും ഇന്ദുവും കൂടി മറുവീട് ചടങ്ങിന് എവിടെ പോയി വരുന്നെന്നാണ് അമ്മായി കരുതുന്നത്? മറുവീട് ചടങ്ങിന് സാധാരണയായിട്ട് പെണ്ണിൻ്റെ ജനിച്ച വീട്ടിലാണല്ലോ പോവുക, അവളുടെ അമ്മ വീട്ടിലാണല്ലോ പോവാറ്. ഓ, ഇപ്പോൾ നീലൻ ചേട്ടൻ ഇന്ദുവിനെയും കൊണ്ട് അവളുടെ അമ്മ വീട്ടിലാണ് മറുവീട്ടിന് പോയത് എന്നാണോ അമ്മായി കരുതുന്നത്? പിന്നെ വേറെ എവിടെയാണ് അവർ പോയത്? ഇന്ദു നീലൻ ചേട്ടനെയും കൂട്ടിയിട്ട് പോയത് അവളുടെ ജനിച്ച അമ്മയുടെ വീട്ടിലേക്കല്ല, പിന്നെ അവളുടെ പഴയ ഭർത്താവിൻ്റെ വീട്ടിലേക്ക്, അവളുടെ ആദ്യ അമ്മായിയമ്മയുടെ വീട്ടിലേക്കാണ് അവളിപ്പോൾ മറുവീടിന് പോയി വന്നിരിക്കുന്നത്. അത് കേട്ട് വാസന്തി ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. രാധിക പായസത്തെ നോക്കുന്ന സമയത്ത് അയാളും പറയാണ്, പറഞ്ഞോ, നീ എന്താ രാധിക ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല അമ്മായി, എനിക്കും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിലെ ന്യായം എവിടെയാണ്? ഒരു പെണ്ണ് കല്യാണം കഴിച്ചിട്ട് അവളുടെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇപ്പോഴത്തെ ഭർത്താവിനെയും കൂട്ടിയിട്ട് മറുവീട് ചടങ്ങിന് പോയിരിക്കുന്നത്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ സത്യത്തിൽ ഇവിടെ ആരുമില്ലേ? അങ്ങനെ നമ്മളെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നും അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള ധൈര്യം കൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നിട്ടൊന്നും സംഭവിക്കാത്തതുപോലെ രാധിക പായസത്തോട് പറയാണ്, ശരി നീ വാ പായസം, നമുക്കെന്തിനാ ഇങ്ങനത്തെയുള്ള ഈ ഒരു കാര്യത്തൊക്കെ നമ്മൾ കയറി ഇടപെടുന്നത്? വേണ്ടാതെ ഇതൊക്കെ സംസാരിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മാക്സിമം വാസന്തി എരികേറ്റിക്കൊണ്ടാണ് രാധിക ഒന്നും അറിയാത്തതുപോലെ പായസത്തോട് പറയുന്നത്. പായസവും വിട്ടുകൊടുക്കുന്നില്ല. നീ ഈ വീടിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ആരെങ്കിലും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാണ്. പക്ഷേ വാസന്തിയുടെ മനസ്സിലേക്ക് കൊളുത്തിയ കനല് എരിഞ്ഞു തുടങ്ങിയെന്ന് അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് ഹാളിലെത്തിയ സമയത്ത് ഇന്ദുവിനെയും നീലനെയും പ്രതീക്ഷിച്ചു കൊണ്ടാണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇന്ദുവും നീലനും കയറി വരുമ്പോഴേക്കും അകത്ത് നിന്ന് വാസന്തിയും വന്നിട്ടുണ്ടായിരുന്നു. 3 പേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്.
അപ്പോൾ കൂടുതൽ സംസാരിക്കാൻ അവസരം നൽകാതെ നീലൻ ഇന്ദുവിനോട് പറയാണ് അകത്തേക്ക് കയറിക്കോന്ന്. ഇന്ദു ആണെങ്കിൽ മുറിയിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ടൈമിൽ വാസന്തി പിന്നീന്ന് വിളിക്കുകയാണ്, നിൽക്ക്, എവിടെ പോയിട്ട് വരുന്നതാ? അത് കേട്ടതും അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. നിന്നോടാണ് ചോദിക്കുന്നത്, എവിടെ പോയിട്ടാണ് വരുന്നത്? അമ്മ, നിങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോയത് മറുവീട് ചടങ്ങിന് പോയിട്ട് വരികയാണെന്ന്. ഓ, മറുവീട് വിരുന്നാ? അതെ. ഏത്? ഇവളുടെ അമ്മ വീട്ടിൽ പോയി ഇവളുടെ അമ്മയോടും അച്ഛനോടും സംസാരിച്ച് ചിരിച്ചു മയങ്ങിയിട്ടാണോ വരുന്നത്? ആ ചോദ്യത്തിന് മറുപടിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ് ഇന്ദുവും നീലനും. അപ്പോൾ വാസന്തി വീണ്ടും ചോദിക്കുന്നുണ്ട്, പറയടാ. രാധികയും പായസവും ഒരടി പൊട്ടുന്നുള്ള അവസ്ഥ നിൽക്കുകയാണ്. അപ്പോൾ നീ നിന്റെ അമ്മായി അച്ഛൻ്റെ വീട്ടിലാണോ പോയിട്ട് വരുന്നത്? അല്ല, പിന്നെ നീ എവിടെ പോയിട്ടാണ് വരുന്നത്? അത് രുക്മിണി അമ്മയുടെ വീട്ടിൽ പോയിട്ടാണ് വരുന്നത്. എന്താ നീ പറഞ്ഞത്? രുക്മിണി അമ്മയോ? അവളാണോ നിന്നെ പെറ്റത്? ഞാനാടാ നിന്നെ പെറ്റത്. ഏതോ ഒരു രുക്മിണിയെ പോയി അമ്മ എന്നൊക്കെ വിളിക്കുന്നത്? ആരാടാ അവള്? അവൾക്കും ഈ കുടുംബത്തിന് എന്താ ബന്ധമുള്ളത്? നീ എന്ത് ധൈര്യത്തിൽ ഇവളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയത്? നീ മറുവീട് ചടങ്ങിന് ഇവളെയും കൂട്ടിക്കൊണ്ട് പോവാണെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇവളുടെ അമ്മ വീട്ടിലേക്കല്ലേ പോയത്. നാളെ കാലത്ത് അവരൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് സമ്മതിച്ചപ്പോൾ നീ ഇവളുടെ പഴയ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണവും കഴിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? നിനക്ക് കുറച്ച് പോലും നാണം തോന്നുന്നില്ലേ? അവർ സങ്കടത്തോടെയും വെറുപ്പോടെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നീലം പറയുന്നുണ്ട്, അമ്മ. പക്ഷേ വാസന്തി നല്ല ദേഷ്യത്തിലാണ് ഉണ്ടായിരുന്നത്. എന്താ അമ്മയാടാ, എന്താ അമ്മ? അത് കേട്ടിട്ട് ഇന്ദു അല്ലാതെ ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.